ഉമ്മ നമ്മളെ റംലാനം അങ്ങനെ കഴിഞ്ഞിട്ട് 5 കൊല്ലായില്ലേ? ഇതുവരെ കുട്ടികളൊന്നും ആയിട്ടല്ലേ? കുറച്ച് റംലാക്ക് തടിയെല്ലാം ഉണ്ട്, മൂക്കുരെല്ലാം ഉണ്ട്, ബാക്കിൽ പാറ്റിയുടെ അടുത്ത് മുടിയെല്ലാം ഉണ്ട്. അവളെപ്പോഴും ഭയങ്കര ക്ഷീണത്തിലുണ്ട്. പിന്നെ മെൻസസ് ഒന്നും ശരിക്കാവുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. എന്തിയാ എല്ലാവരും കൂടി ഇവിടെ ചർച്ച എന്ത് റംലാൻ്റെ അത് ഇങ്ങനെ പറയുന്ന പോലെ ഒന്നല്ല. അവർക്കുള്ളത് എന്ന് പറഞ്ഞാൽ PCOS എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമാണ്. നമ്മുടെ അണ്ടാശയങ്ങളുണ്ടല്ലോ, അണ്ടാശയങ്ങളിലെ അണ്ടങ്ങൾ കറക്റ്റായിട്ട് ഒരു പൂർണ്ണമായിട്ട് ഒരു വളർച്ച ആകാണ്ട് കുറച്ചിങ്ങനെ ഒരു കുമിളകൾ പോലെ ആയിട്ട് നിൽക്കും. അതാണ് ഈ പോളിസിസ്റ്റിക് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെയുള്ളവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ പുരുഷ ഹോർമോൺസ് കൂടുതലായിരിക്കും, അതായത് ആൻഡ്രോജൻസ് തന്നെ. അതുകൊണ്ടാണ് അവർക്ക് ഹെയർ കൂടുതൽ, നിങ്ങൾ പറഞ്ഞല്ലോ മുഖക്കുരു പോലെ ഉണ്ട്, പിന്നെ അതുപോലെ ഹെയർ ഫോളിക്കിൾസ് അതെല്ലാം കൂടുതലാണുള്ള കാരണങ്ങൾ. ഇങ്ങനെയുള്ളവർക്ക് നല്ല മെൻസസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ കറക്റ്റായിട്ട് ആവില്ല, അല്ലെങ്കിൽ ഈ ആവുന്ന സമയത്തിന് നല്ലോണം കൂടുതലായിട്ട് ആവുന്നു. അതുകൊണ്ട് ഹീമോഗ്ലോബിനൊക്കെ കുറഞ്ഞിട്ട് ഒരു ക്ഷീണവും വീക്ക്നെസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അവർക്ക്. ട്രീറ്റ്മെൻറ്റ് എന്താ പറഞ്ഞാൽ ഒന്ന് മെയിൻ വേണ്ടത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. ഇപ്പോൾ ഒരു കൗമാരപ്രായം എത്തുന്നതിന് മുമ്പുള്ള സ്ത്രീകളാണെങ്കിൽ ആ സമയത്ത് നല്ലോണം അവർ ജങ്ക് ഫുഡ് കഴിക്കുന്നതൊക്കെ ഒഴിവാക്കുക, നല്ലോണം കുറച്ച് വർക്കൗട്ടിലെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നല്ല വെയിറ്റ് അധികം ഉണ്ടെങ്കിൽ വെയിറ്റ് കുറവാക്കുക. അതുകൂടാണ്ട് പിന്നെ നമുക്ക് ഹോർമോൺസ് സപ്ലിമെൻറ്റ് നമ്മൾ കൊടുക്കും. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറഞ്ഞ ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോൺസ് സപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയുള്ളവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മുന്നോട്ടുള്ള അവർക്ക് ഷുഗർ വരാനുള്ള ചാൻസ് കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഷുഗറിന് കൊടുക്കുന്ന ഒരു ടാബ്ലറ്റ് ആയിരിക്കും മെറ്റ്ഫോർമിൻ. അത് ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. ഫ്യൂച്ചറിൽ വരാനുള്ള കോംപ്ലിക്കേഷൻസ്, അതായത് ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി, നിങ്ങൾ പറഞ്ഞല്ലോ പ്രഗ്നൻ്റ് ആവാതിരിക്കാനുള്ളത്, പിന്നെ മുന്നിലോട്ട് അവർക്ക് എൻഡോമെട്രിയത്തിന് ഒരു ക്യാൻസർ വരാൻ വരെയുള്ള ചാൻസ് ഉണ്ട് ഈ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉള്ളവർക്ക്. അപ്പോൾ ഇപ്പോഴേ അതിനുള്ള പ്രതിവിധി എടുത്ത് നല്ല രീതിയിൽ ചെയ്താൽ മുന്നിലോട്ടുള്ള കോംപ്ലിക്കേഷൻസ് നമുക്കൊരു പരിധി വരെ കുറക്കാൻ പറ്റും.